എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒരുപാട് സന്തോഷത്തിലാണ് ഇന്നും. കാരണം പ്രേക്ഷകർക്കും നമുക്കും ഒക്കെ എക്കാലവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒത്തിരി നല്ല നല്ല പാട്ടുകളാണ് പ്രേക്ഷകരെ കാത്തു കാത്ത് നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ ഇങ്ങനെ തയ്യാറായിരിക്കുന്നത്. അതിനൊക്കെ മുന്നേ പാട്ട് കേൾക്കുന്നതിനും വിശേഷം അറിയുന്നതിനും ഒക്കെ മുന്നേ നമ്മുടെ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. അപ്പൊ 3 പേരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇനി ഒത്തിരി സന്തോഷമുള്ള ഒരു സമയം വന്നിരിക്കുകയാണ്. കാരണം കുറച്ചധികം സ്പെഷ്യൽ ഗസ്റ്റുകൾ നമ്മുടെ ടോപ്പ് സിംഗറിലേക്ക് ഇന്ന് വരാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റുകളെ കിട്ടാറുണ്ട്. പക്ഷെ ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെയധികം വെരി സ്പെഷ്യൽ ആണ് നമുക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും. കാരണം ഒരു മൂവി അനൗൺസ് ചെയ്തതിന് ശേഷം ഇത് എന്ന് റിലീസാവും എന്ന് നമ്മൾ ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അത് കുറേ കാരണങ്ങളുണ്ട് നമ്മൾ കാത്തിരിക്കാനായിട്ട്. സിനിമയുടെ പേര് കൊണ്ടും സംഗീത സംവിധാനം കൊണ്ടും അതുപോലെ തന്നെ അഭിനയിക്കുന്ന ആൾക്കാരായാലും എല്ലാം വെറൈറ്റി ആയിരിക്കും. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ തന്നെ പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് അവർ വന്നിട്ട് ഒത്തിരി എനിക്ക് ഉൾപ്പെടെ കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ വന്നതിന് ശേഷം നമുക്ക് എല്ലാവരോടും സംസാരിക്കാം. കുറേ അധികം ആൾക്കാരാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ദ റിംഗ് ഓഫ് റൗഡേഴ്സ്, the Chattapacha gang. Hello. Hello. Arjun ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. അർജുൻ ഹായ്. ഹായ് സർ. റോഷൻ ഹായ്. എല്ലാവർക്കും ഹായ്. അതെ, എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ മീനുക്കുട്ടൻ? എന്നെയോ? ഞാൻ സത്യം പറഞ്ഞ ഇതില് കുറച്ച് അർജുൻ ചേട്ടനെ ഞാൻ കൊറേ കുഞ്ഞാവുമ്പോ എന്തോ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പഴാ കാണുന്നേ. ചേട്ടന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു മോളിൽ പോയപ്പോ വെറുതെ ഞങ്ങൾക്ക് സൈഡിൽ കൂടെ നടന്നു പോന്നു. അങ്ങനെ ഞാൻ വിളിച്ചു മിണ്ടിയ ആളാണ്. പിന്നെ റോഷൻ ചേട്ടനെ ഞാൻ കണ്ടു. അത് കോമഡി ആയിരുന്നു. ഞാൻ കോട്ടയത്തോടെ എന്റെ പരീക്ഷ നടന്ന സമയമില്ലേ, ആ സമയത്ത് ഈ ഇടയ്ക്ക് കഴിഞ്ഞ എക്സാം അത് നടക്കുമ്പോ എനിക്ക് പരീക്ഷ കണ്ട് എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് ഞാൻ എന്റെ അച്ഛൻ കൂട്ടി ഒരു വാഫിൾസ് കഴിക്കാൻ പോയി മധുങ്കൾ. അപ്പൊ ഞാൻ നോക്കുമ്പോ ദേ ഇരിക്കുന്നു റോഷൻ ചേട്ടൻ അവിടെ. അങ്ങനെ ഞങ്ങൾ കണ്ടു. പിന്നെ ചേച്ചീനെ എനിക്കറിയാം, ഞങ്ങൾ ഓഫീസറിൽ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് സ്പെഷ്യലാണ് ഇവര് വന്നത്. സന്തോഷം. അതാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് തെളിഞ്ഞിരിക്കണ ഇപ്പൊ മുഖം. പിന്നെ പടത്തിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് എനിക്കൊരു തെളിച്ചുണ്ടാവും. ലുലുലൊക്കെ പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ മൂവിയുടെ? ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഇതിന്റെ ടൈറ്റിൽ വളരെ ക്യൂട്ടാണ്, വളരെ ഡിഫറെന്റ് ആണ്. നീ കോ ഞാൻ ചാ എന്നൊക്കെ പറയുന്ന പോലെ ചത്താപ്പച്ച. അത് എന്താണ് അതിന്റെ പ്രത്യേകത? ചത്താപ്പച്ച എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ മട്ടാഞ്ചേരിയിലൊക്കെ പണ്ടോട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ്. ഇപ്പൊ ഡു ഓർ ഡൈ എന്ന അർത്ഥം. ഇപ്പൊ എന്തെങ്കിലും ഒരു ആപത്തിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയില്ല, ഈ ഒരു വഴി പോയാൽ എന്താണ് റിസൾട്ട് അറിയില്ല, പക്ഷെ ചത്താപ്പച്ച വാ ഇറങ്ങ, അതാണ് അതിന്റെ ഒരു ഫ്രേസിന്റെ ഒരു അർത്ഥം. പടമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് റിംഗ് ഓഫ് റൗഡീസ് അല്ലേ? റിംഗ് ഓഫ് റൗഡീസ്. അപ്പൊ അങ്ങനെ ഒരു അടിപിടി ഗ്യാങ് അങ്ങനെയാണോ? അടിപിടി ഗ്യാങ് അല്ല, ആക്ച്വലി ഇത് കോമഡിയാണോ? കോമഡി ഉണ്ട്, ഇല്ലാതില്ല. ഫാമിലി എന്റർടൈനർ പോലത്തെ ഒരു പരിപാടിയാണ്. മട്ടാഞ്ചേരിയിലേക്ക് ആദ്യമായിട്ട് ഒരു WWE സ്റ്റൈൽ ഫൈറ്റ് സ്പോർട്സ് കൊണ്ടുവന്ന ഒരു ടീമാണ് ഷോ പോലെ. ബേസിക് ത്രെഡ്. അപ്പോ ആരൊക്കെയാണ് ഈ ഫൈറ്റില്? എല്ലാവർക്കും ഫൈറ്റ് ഉണ്ട്. നമ്മള് 4 പേര് മാത്രമല്ല, ഒരു വലിയ കാസ്റ്റ് ആണ് ആക്ച്വലി. അതിനുവേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒരു 3-4 മാസം പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഒരു ഇന്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ആണോ? അതെ അതെ. അപ്പൊ ശരിക്കും കാണണപ്പോ റോഷൻ ചേട്ടാ എന്തെങ്കിലും പറ. ഇടിയെ പറ്റി എന്തെങ്കിലും? ഇടി ഇതും ആക്ച്വലി അങ്ങനെ ഒരു മറ്റേ ഭയങ്കര വയലന്റ് ആക്ഷൻ പരിപാടി അല്ല. അപ്പൊ ഇതിനകത്ത് ആക്ഷൻ പോലും ഐ തിങ്ക് കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ സാധാരണ ഒരു ആക്ഷൻ പടത്തിൽ കാണുന്ന പോലെ ഇതിനകത്ത് ഫൈറ്റുകളൊക്കെ മോസ്റ്റ്ലി ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസസും കൂടെയാ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ എന്റർടൈനിങ് ഫൈറ്റുകളാണ്. കൂടാതെ ഇപ്പൊ അർജുൻ പറഞ്ഞതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആംഗിൾ, ഒരു ബ്രദർഹുഡ് ആംഗിൾ, കുറച്ച് കോമഡി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പടങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഒരു എന്റർടൈനിങ് പാക്കേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ചത്താപ്പച്ച. ജോഡികള് ഞങ്ങൾ എല്ലാരും തമ്മിൽ ജോഡികളാണ്. ഫ്രണ്ട്ഷിപ്പ് മൂഡാണ് എല്ലാം. എന്തായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി ഇവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്ക് ഒരു ബ്രദർഹുഡ്, അതിൽ നിന്ന് മാറി ഒരു ഫാമിലി പോലെയായി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഈ ഷൂട്ടിന് മുമ്പ്. അപ്പൊ ആ ട്രെയിനിങ് തൊട്ടേ നമ്മൾ ഇവരുടെ കൂടെ തന്നെയാണ്. പിന്നെ പടവും കൂടി ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്.
ശരീരം നന്നായി അനങ്ങി പണിയെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ നല്ലൊരു ശരി. വർക്ക് ആയിരുന്നു. ഇതിലെ ഒരു ക്യാമിയോ ഉണ്ടെന്ന് അറിഞ്ഞോ? അതാരാ? ആരാ അത്? ഭയങ്കര exciting ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഫുൾ അത് മൊത്തം എവിടെ തുറന്നാലും ഉണ്ടാവും. നിങ്ങക്ക് എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം? ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ആണോ? Six more days to go. So അതെ 5-6 ദിവസം കൂടെ ഉള്ളൂ. അതെ നമ്മുടെ റിലീസിംഗ് അറിയുന്ന പരസ്യമായ രഹസ്യമുണ്ട്. അതെ നമ്മുടെ റിലീസിംഗ് ഡേറ്റ് January 22nd-നാണ് 22nd. ഓക്കെ ട്രെയിലർ പൊളിയാണല്ലോ. അതെ thank you. വെരി വെരി ബ്യൂട്ടിഫുൾ. അതെ. ഇതിൽ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് മ്യൂസിക് ചെയ്യുന്നത് ശങ്കർ എഹ്സാൻ ലോയ ആണെന്ന്. Yes. അപ്പൊ അവർ ആദ്യമായിട്ടാണ് മലയാളത്തിൽ. ഓഫ് കോഴ്സ് ശങ്കർജി എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മൂന്നുപേരെ എനിക്കറിയാം. അവരുടെ കമ്പോസിങ് സെഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഐ നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ അത് ഗംഭീരാണ്. അതെ. അങ്ങനെ ഒരു ചോയ്സ് അല്ലേ നമുക്കൊരു സിനിമയ്ക്ക് ഒരു ചോയ്സ് അല്ലേ. അപ്പോൾ ഈ ചോയ്സ് ആദ്യം ഗംഭീരാണ്. പാട്ടുകളൊക്കെ തീർച്ചയായിട്ടും. ഗംഭീരായിരിക്കും എന്ന് വിചാരിക്കുന്നു. Yes. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി സോങ്സ് ആസ് അതെ, വെൽ. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. Thank you so much. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. Thank you very much. അതെ. അത് മാത്രല്ല, അർജുൻ ചേട്ടൻ ഇവിടെ വന്നപ്പോ ആദ്യം ചോദിച്ച കാര്യം, ഇവിടെ പാട്ട് കേൾക്കാൻ പറ്റുമോ? കുഞ്ഞു കുട്ടികളുടെ അച്ഛയുടെ അമ്മയുടെ ഫേവറേറ്റ് സ്ഥലമാണ്, ഫേവറേറ്റ് ഷോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്കിള് കുറെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കുറെ എപ്പിസോഡുകളിൽ. അപ്പോൾ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം നിങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ച് വീണ്ടും വന്നതില്. ഫിനാലേക്കൊക്കെ വന്ന് കരയിപ്പിച്ച വിട്ടത് ഇവിടുന്ന്. അറിഞ്ഞായിരുന്നോ അച്ഛന്? ഞാൻ അറിഞ്ഞ അറിഞ്ഞായിരുന്നു. ഞാനല്ല. പക്ഷെ അതുപോലല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള പാട്ടാട്ടോ ഉള്ളത്. അച്ഛൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എടാ ഞാൻ കൊറേ പിടിച്ചിരിക്കുന്നു, പറ്റിയില്ല, കൈ കരഞ്ഞു. അതേപോലെ എനിക്കൊരു ചെറിയ സ്റ്റോറി ഉണ്ട്. ആക്ച്വലി എനിക്ക് ഫ്ലവേഴ്സ് ടിവിയും ചത്താപ്പച്ച തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഓ ആ എന്താന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്റെ ഗ്രാൻഡ് മദറിന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, വെക്കേഷനൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ വൈകിട്ട് നമ്മൾ ടി വി കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഫ്ലവേഴ്സ് ടിവിയുടെ പ്രോഗ്രാംസ് ആയിരിക്കും. എന്നിട്ട് ഒരു 10 മണിക്ക് ശേഷം 10 സ്പോർട്സിൽ WW ആയിരിക്കും ഒരുമിച്ച് ഞാനും എന്റെ ഉമ്മാന്റെ കൂടെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബോണ്ട് ചെയ്തത്. അപ്പൊ ചിലപ്പോ എന്റെ എല്ലാ സിനിമകളും കാണൂലായിരിക്കും ഉമ്മ, പക്ഷെ ഈ പ്രോഗ്രാം ഉറപ്പായിട്ട് കാണും. അപ്പൊ ഉമ്മക്കൊരു അഭിമാനം തോന്നുന്നു. സഫിയ എന്നാണ് പേര്. അപ്പൊ ജസ്റ്റ് എന്താ പേര്? സഫിയ. സെഫിയ ഉമ്മയ്ക്ക് ഞങ്ങളുടെ ഒരു ചക്കര ഫ്ലവേഴ്സ് ടിവിയുടെ നമ്പർ 1 ഫാൻ. അത് മാത്രമല്ല ഷൗക്കത്ത് ജിയുടെ മകനല്ലേ, അത് പ്രത്യേകം സന്തോഷമുള്ള കാര്യമാണ്. ബ്രദറാണ് ഒരു പ്രൊഡ്യൂസർ. അപ്പൊ 22nd പടം റിലീസ് ചെയ്യാൻ നമ്മളെല്ലാം എക്സൈറ്റഡ് ആയിട്ട് കാത്തു നിൽക്കുകയാണ്. ഉറപ്പായിട്ടും ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും. അല്ലേ എം ജെ സർ? നമുക്ക് ഒരുമിച്ച് പോയി കാണാം അല്ലേ? സൂപ്പർ എക്സൈറ്റഡ്. അപ്പൊ നമ്മുടെ പിള്ളേരുടെ പാട്ട് കേൾക്കാം നമുക്ക് കുറച്ച് സമയം. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാരും കേൾക്കാം. Thank you. Please be our guests. മിനുടാ എന്തോ ഒരു പഴയ പാട്ട് കേൾക്കാനുള്ള ഒരു മൂഡിലാണ്. നമുക്കുണ്ടല്ലോ, നമുക്ക് അവസരം ഉണ്ടല്ലോ, റെട്രോ ഉണ്ടല്ലോ നമുക്ക്. റെട്രോ അല്ലേ? അതെ. അപ്പൊ ആരാണ്? ഇന്ന് നമ്മുടെ ആവണിക്കുട്ടിയാണ് റെട്രോ റൗണ്ടിൽ പാടാൻ പോകുന്നത്. നമുക്കൊരു റെട്രോ റൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മള് നൊസ്റ്റാൾജിയ ഒത്തിരി പണ്ടത്തെ പാട്ടുകളായിരിക്കും ആ റൗണ്ടിൽ പാടാൻ പോവാ. കേൾക്കാം? റെഡി അല്ലേ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം ആവണിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. എന്താ അത്ഭുതം? എനിക്കെന്നെ സന്തോഷമാണ്. ഒരു അത്ഭുതം മൊത്തത്തില്. അവർക്ക് തന്നെ ഞെട്ടലാവുന്നു. പേര് വിസ്മയാന്നാക്കട്ടെ. അല്ല ചേട്ടൻ ആ സിനിമ രോമാഞ്ചം ഫിലിമിലുള്ള ചേട്ടനല്ലേ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെ ചിരിക്കണ ചേട്ടനല്ലേ? ഒന്നും കൂടെ ഒന്ന് ചിരിക്കോ അങ്ങനെ? ചേട്ടൻ കപ്പേള സിനിമയിൽ ആ ചേച്ചിയെ പറ്റിച്ച ചേട്ടനല്ലേ? എന്റെ റോഷൻ ചേട്ടാ ചോദിക്കരുത്. അതായിരിക്കും നല്ലതെന്ന്. ചേട്ടൻ മറ്റേ പകിട കളിക്കുന്ന സിനിമയില്ലേ പടക്കളം, ആ സിനിമ ഡാൻസ് കളിക്കുന്ന ചേട്ടനല്ലേ? ഡാൻസിന് കുറെ ഇടിയും കിട്ടാറുണ്ട്. ഒക്കെ വ്യക്തമായിട്ട് അറിയാം. ചേച്ചി ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചേച്ചി ഈ ചേച്ചി ഉണ്ടല്ലോ അതിന്. ചേച്ചി ഉണ്ട്. ഓ വെറുതെ സൈഡ് നിൽക്കുന്ന എനിക്കോ എന്തൊക്കെ ചോദിക്കാനുണ്ടോ നിനക്ക് അവരുടെ അടുത്ത്? ഞാൻ നിങ്ങളുടെ ടാസ്ക് തരാം. ഓഹോ, വേണ്ട, നമുക്ക് കിട്ടണ പണിയായിരുന്നു. അല്ല, ഞാൻ ടാസ്ക് തരാം. എന്റെ അച്ഛൻ എന്നെ അമ്മയൊന്നും അങ്ങനെ സിനിമയ്ക്കൊന്നും കൊണ്ടുപോകാറില്ല. പക്ഷെ ഞാന് ചത്താപ്പച്ച ഫിലിമിന്റെ ട്രെയിലർ കണ്ടു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഫൈറ്റ് ഈ മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഇതിങ്ങനെ
കാണണം പോയി കാണണം. അപ്പോ ടാസ്ക് ഇതാണ്, നിങ്ങള് അച്ഛനോട് പറയണം, അല്ലെങ്കിൽ എല്ലാവരോടും കൂടി പറയണം, ഈ ഫിലിമിനെ കുറിച്ച് സംസാരിക്കണം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഫിലിം കാണുന്നത്, അല്ലെങ്കിൽ ഇത് കണ്ടാ നമുക്ക് എന്ത് കിട്ടും, കൺവിൻസ് ചെയ്യണോ, അങ്ങനെ അച്ഛനെ കൺവിൻസ് ചെയ്യണം. എന്നിട്ട് അച്ഛൻ സമ്മതിപ്പിക്കണം, നമുക്ക് ഇങ്ങനെ ഫിലിം കാണാൻ പോകാൻ സമ്മതിപ്പിക്കണം. പ്രചോദനം കൊടുക്കണം. അത് പ്രചോദനം എന്റെ കൊടുക്കണം. അച്ഛൻ പറയും എന്തായാലും, കാരണം ഞാൻ അഭിനയിച്ചുകൊണ്ട് എന്റെ അച്ഛൻ അല്ല, നിങ്ങൾ നല്ലവരല്ല, അല്ലാതെ അപ്പൊ ഞങ്ങള് പോയി സംസാരിച്ച് കൺവിൻസ് ചെയ്യണം. സംസാരിക്കണം. Your time starts now. ഞങ്ങൾ കഷ്ടപ്പെട്ടത് ഇതിനും കൂടെ ഒരു കാല് വീട് സംസാരിക്കാൻ അറിയുന്നു. നല്ല പടമാണ്. ഈ കണ്ട ഇടി ഉണ്ടെങ്കിലും നമ്മള് പിള്ളേര് പേടിക്കുന്ന ടൈപ്പ് ഇടിയൊന്നുമില്ല. ഏത് പ്രായക്കാരെയും കണ്ട് രസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇടിയാണ്. അപ്പോ ഞങ്ങളുടെ ഗ്യാരണ്ടിയിൽ വിട്ടോ. ഇപ്പൊ ഈ പടം കണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ വീട്ടിലൊന്ന് ഇടിച്ചോ. അങ്ങനെ ഇതിന് ആക്ഷന്റെ കുറിച്ച് ഓൾറെഡി അച്ചുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം ഒരു ഫാമിലിയുടെ സ്റ്റോറിയാണ്, ബ്രദർഹുഡിന്റെ സ്റ്റോറി, ഒരു ഗാങ്ങിന്റെ സ്റ്റോറിയാണ്. ഒരു അണ്ടർ ഡോഗ്സ്, ഒരു സെക്കൻഡ് ചാൻസ്, ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോ ആക്ഷനും ഉണ്ട്, പക്ഷെ അതുപോലെ നല്ലൊരു ഫാമിലി ഡ്രാമ, കോമഡി എല്ലാം ഉള്ള ഒരു സ്റ്റോറിയാണ്. ഫാമിലി എന്റർടൈനർ. അതെ, ഇത് ശരിക്കും ഒരു കളർഫുൾ പടമാണ്. ശരിക്കും അടിപൊളി, നമ്മളെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് മേക്ക് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടവും, ഏത് ഏജ് കാറ്റഗറി ആയാലും കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. കാരണം ഇതിൽ ആ ബോണ്ടിങ്, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, റിലേഷൻഷിപ്സ്, ഫൈറ്റ്, അങ്ങനെ എല്ലാം ഒരു ഫുൾ പാക്ക് പടമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും കാണണം. എല്ലാ അച്ഛന്മാരും മക്കളെ കൊണ്ടുപോയി റോഷൻ ചേട്ടാ, ഇപ്പൊ ആവ്നി ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ സിംഗറായിട്ട്. അപ്പൊ അതുപോലെ ആവ്നിയുടെ ഏകദേശം പ്രായമുള്ള കുറെ അടിപൊളി കുട്ടികളും ഉണ്ട് ഈ സിനിമയിൽ, ഞങ്ങൾ കൂടാതെ. ഞങ്ങൾ ഈ ഇരിക്കുന്ന അവരുടെ പെർഫോമൻസ് ഭയങ്കര രസമായിരിക്കും കാണാൻ. അപ്പൊ അത് കണ്ട് നേരത്തെ വന്നതുപോലത്തെ വിസ്മയമൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിട്ട് ആവണീനെ കൊണ്ട് പടം ഇനി അച്ഛൻ്റെ അടുത്ത് ചോദിക്കും കൊണ്ടുപോകും. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആവണിക്കുട്ടി എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ചാൻസിൽ ഇവിടെ വന്ന് സൂപ്പറായിട്ടുള്ള പെർഫോമൻസസ് തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞാണ്. വൈൽഡ് കാർഡ് എൻട്രി. അപ്പൊ ഇതിന്റെ കഥയുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതാണ്. അപ്പൊ എല്ലാ തിരിച്ചു വരവുകളും അങ്ങനെയാണ്. അത് അത്രയും ഗംഭീരമാകുമ്പോഴാണ് ഈ സിനിമ പോലെ ഗംഭീരമാകാൻ പോണെ. അപ്പൊ അതിന് നമ്മുടെ മുമ്പിലുള്ള എക്സാമ്പിളാണ് ആര്? ആവണിക്കുട്ടി. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? വിസ്മയൊക്കെ കഴിഞ്ഞോ? ഇന്ന് പടം 3 റെട്രോണ്ടി കടവത്ത് തോണി എടുത്തപ്പോൾ പെണ്ണിന്റെ കവളത്ത്. ബാക്കി ഡീറ്റെയിൽസ്. മൂവി മുറപ്പെണ്ണ്, ഇയർ 1965, മ്യൂസിക് BA ചിദംബരനാഥ് സാർ, പിന്നെ ലിറിക്സ് P ഭാസ്കരൻ മാഷ്, പിന്നെ പാടിയത് ജാനകി അമ്മയും ശാന്ത മാമും. ഓക്കെ, ഇതിൽ വേറൊരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ബിയോണ്ട് ടൈം ആണ് ആ പാട്ട്. കരയുന്നോ പുഴച്ചിരിക്കുന്നതാണ് ആ പാട്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല, ഈ മൂവി ഇത് പാട്ടാന്ന് പറഞ്ഞപ്പോ അമ്മ എനിക്ക് പറഞ്ഞു ആ പാട്ട് ഈ മൂവിയിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. അപ്പൊ ഗംഭീരാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വിസ്മയം മാറ്റി വെച്ച് നന്നായിട്ട് പാടൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ആവണിക്കുട്ടി. പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഇന്ന് കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ആരുടെ കാലൊച്ച മുറ്റത്തു കേട്ടപ്പോൾ ഒരുവൾക്ക് കനക കിനാവിന്റെ കളിയാട്ടം. ഇന്ന് കാലൊച്ച മുറ്റത്തു കേട്ടപ്പോൾ ഒരുവൾക്ക് കനക കിനാവിന്റെ കളിയാട്ടം, കനക കിനാവിന്റെ കളിയാട്ടം. എനിക്കോ കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ
ഇന്ന് കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. സൂപ്പർ സൂപ്പർ കലക്കി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആവണിക്കുട്ടി എന്തോ സാർ? കലക്കി. താങ്ക് യു. ആഹാ, ഇങ്ങനെയൊക്കെ പാടുമല്ലേ? ഇങ്ങനെയാണ് പാടേണ്ടത്. താങ്ക് യു സാർ. എപ്പോഴും ടാലന്റ് ഒരു പാത്രത്തിലുണ്ട്, പെർഫോമൻസ് വേറൊരു പാത്രത്തിലുണ്ട്. ടാലന്റും പെർഫോമൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും സംഭവിക്കും. ഞാൻ ഓർക്കുമായിരുന്നു ഇതിനകത്ത് എന്തൊക്കെ ആട്ടമാണുള്ളത്. നിഴലാട്ടം, അതെ, കളിയാട്ടം, ഒളിനോട്ടം, തിരനോട്ടം, ചാഞ്ചാട്ടം, നിഴലാട്ടം, പിന്നെ ഒരു പരിഹാസം. അതെ. ഇടയ്ക്ക് ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ആരുടെ? ആരുടെ? പിന്നെ എനിക്കോ? അത് നന്നായിരുന്നു. താങ്ക് യു സാർ. പിന്നെ ഓരോ സ്ഥലത്തും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് തരനാന് തരനാരി തരരാ. അത് സൂപ്പർ. അതെ, അതെ, താങ്ക് യു സാർ. പിന്നെ മൊത്തം ആക്ഷൻ സോങ് ആയിരുന്നല്ലോ. ഞാൻ ഇപ്പൊ വിചാരിച്ചു ഇത് ഇടയ്ക്ക് വെച്ച് കയ്യിൽ നിന്ന് പോവോ എന്ന് വിചാരിച്ചു. അത് ആ സിനിമയില് അവര് നന്നായിട്ട് ഇങ്ങനെ ചെയ്തേക്കണേ രണ്ടുപേരും. അത് ആക്ട് ചെയ്തേക്കുന്ന എനിക്ക് അറിയില്ല, പക്ഷെ രണ്ടുപേരും അങ്ങനെ ചെയ്തേക്കണം. ഞാൻ അങ്ങനെ ചെയ്തു. ഈ പാട്ടിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് പാടിയത് ഡ്യുവറ്റ് സോളോ ആയിട്ട് പാടിയതാണ്. അല്ലേ? ഫീമെയിൽ ഡ്യുവറ്റ് സാറിന് മലയാളം സിനിമയിൽ കുറവാണ്. അതില് വൺ ഓഫ് ദോസ് സോങ്സ് ആണ് ഇത്. അല്ലെ? അപ്പൊ അത് ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് ഒരൊറ്റ ഒരാൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആവണി ഇത് എന്തോന്ന് അല്ലേ? സന്തോഷമായി ആവണിക്ക്. ഭയങ്കര ഹാപ്പി അയാള്. വീണ്ടും വിസ്മയമായി. അതെ, എങ്ങനെയുണ്ട്? സാറ് പറയുന്ന പോലെ സംഗീതത്തിനെ പറ്റി അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കണം അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു ചേട്ടാ. താങ്ക് യു. താങ്ക് യു. അയ്യോ, നല്ല രസമുണ്ടായി. കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസും കാര്യങ്ങളും ഭയങ്കര നല്ലായിട്ട് ഫീൽ ചെയ്ത് പാടുന്നുണ്ടെന്ന് തോന്നി. നമുക്ക് നല്ല ഇതിൽ എൻജോയ് ചെയ്യുന്നു. നമുക്ക് അഭിനയിക്കാൻ കൂടെ കൊണ്ടുപോയാലോ? പിന്നെന്താ? അതെ, നമുക്കത് കാണുമ്പോ തന്നെ കുട്ടി അഭിനയിച്ചാലും നല്ല രസമുണ്ടല്ലോ. പടത്തിലും ട്രൈ ചെയ്യും, നമുക്ക് സെറ്റാക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ. Thank you, ചേട്ടാ. പാട്ട് ജഡ്ജിന് ആരുമില്ല, പക്ഷെ എനിക്ക് നമ്മളെല്ലാരും ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇത് ഇമോഷൻ കിട്ടിയോന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടി. പിന്നെ പാട്ടിന്റെ റിതം മാത്രമല്ല, അതിന് കൂടെ ചെയ്ത ആക്ഷൻസ് എല്ലാം സൂപ്പർ ആയിരുന്നു. താങ്ക് യു ചേട്ടാ. ഗംഭീരം, അടിപൊളി. ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഇരുന്ന് സുഖമായിട്ടിരുന്ന് ഞാൻ വന്നതാ, ഞാൻ പറഞ്ഞില്ലേ പാട്ടിരുന്ന് കേൾക്കാൻ വേണ്ടിയായിരുന്നു. അത് നല്ല രസമായിട്ട് കേൾക്കാനും വേണ്ടി നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അടിപൊളി. ഭാവിയിൽ നല്ലൊരു പാട്ടുകാരിയും നല്ലൊരു നടിയുമായി മാറട്ടെ. ആവണിക്കുട്ടി എന്തോ സാർ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട് ഇപ്പോഴും? ഇല്ലില്ല, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ കൊറോണ ടൈം ആയപ്പോ പിന്നെ നിർത്തി. പക്ഷെ ഞാൻ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാ. പക്ഷെ ഇപ്പോഴും ആ ഒരു അസ്ക്യത എപ്പോഴും ഉണ്ടല്ലേ? അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു വാസന. കോമ്പറ്റീഷനൊക്കെ എപ്പോഴും പോകാറുണ്ട്, പക്ഷെ പഠിത്തമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നില്ല. ഇപ്പൊ പാട്ട് മാത്രമേ പോകുന്നുള്ളൂ. എനിക്ക് ആവണിക്കുട്ടി ഇവിടെ വന്ന് പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെയാ. താങ്ക് യു. കാരണം ഇത്രയും എന്താ പറയാ, ഫ്രീ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഇവിടെ പെർഫോം ചെയ്യുന്നത് വളരെ അപൂർവമായിട്ട് ചില കുട്ടികളാണ്. അതിന് അതിൽ 1ാം സ്ഥാനം എനിക്ക് തോന്നുന്നത് ആവണിക്കുട്ടിക്കാന്ന് എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തില്. അപ്പൊ എന്തായാലും ആ മുഖത്തുള്ള ആക്ഷൻസ്, എക്സ്പ്രഷൻസ്, ആക്ഷൻസ് അതെല്ലാം ഇന്ന് നന്നായിട്ട് ഈ പാട്ടുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡായി. അത് നന്നായിട്ട് അത് ചേർന്നു. നേരത്തെ 2 പാത്രത്തിൽ എടുക്കാൻ പറഞ്ഞില്ലേ, അത് വേറെ ഒരാളുടെ അടുത്ത്. അപ്പൊ എന്തായാലും അത് കലക്കി. അപ്പൊ ഇതുപോലെ തന്നെ പോട്ടെ, മുമ്പോട്ട് പോട്ടെ. നല്ല എന്താ പറയാ, ഇതുപോലെ ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോട്ടെ. ഇനിയും വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നാച്ചുറലി ഭയങ്കര ഉന്മേഷമുള്ള ആളാണ്. അപ്പൊ ഈ പാട്ടും കൂടെ ആയപ്പം അതിൽ ഉന്മേഷം ഇരട്ടിച്ചു. നമുക്ക് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു ആവണിക്കുട്ടിയെ പാടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രീ ആയി നിന്ന് പാടി. വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. വണ്ണല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ പെർഫോം ചെയ്തതിൽ ബെസ്റ്റ് തന്നെയാണ്. താങ്ക് യു ചേച്ചി. മാർക്ക് എന്തോന്ന് മാർക്ക് ഇല്ലേ? ഇന്ന് മാർക്ക് വേണ്ട ഇന്ന് മാർക്കില്ല, കാരണം സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ഇത്രയും വിസ്മയിച്ചതുകൊണ്ട് അതുകൊണ്ട് ഒതുക്കി. ഇന്നില്ല മാർക്ക്. ഇതൊന്നും മാർക്കില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. സ്പെഷ്യൽ പെർഫോമൻസ്. ചത്താപ്പച്ച ടീം വന്നതുകൊണ്ട് നമുക്ക് ലക്കായിട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ കൊടുത്തേക്ക് കൂടെ ചേട്ടാ, മോശമല്ലല്ലേ? ഞാൻ പറയട്ടെ മാർക്ക് 9 into 9 എത്രയാ? 81. കറക്റ്റ്. മിടുക്കി. +10 കറക്റ്റാ. +10 91. 91 +8
99. മിടുക്കി. നെക്സ്റ്റ് പ്ലസ് പ്ലസ് +1 and it is going to be 100 on 100 for you today. ഒരു തകലേരു മുട്ടായി മഴ. കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, ഇന്ന് കടവത്ത് തോണി. ഇത്ര എക്സൈറ്റ്മെന്റ് ഞാൻ ആരിലും കണ്ടിട്ടില്ല ചേട്ടാ. ഇത് കൊറേ പ്രാവശ്യം വീണിട്ടുണ്ട് ഇവിടെ. വാ ചേട്ടൻ വാ, ഇത് വാരാ നമുക്ക് വാ. അയ്യോ പോക്കറ്റിൽ കിടുന്നുണ്ടോ? പോക്കറ്റിലുണ്ടോ? മീനൂട്ട 10 പുറകോട്ട് കൗണ്ട് ചെയ്യണം കേട്ടോ. അതെ. ഇതാണ് നമ്മുടെ ചത്താപ്പച്ച ടീം ആവണിക്കുട്ടിയുടെ 100 എൻജോയ് ചെയ്യുന്നത്. നോക്കൂ, അല്ല ഇത്ര സന്തോഷം അച്ഛനമ്മയ്ക്ക് പോലും ഇല്ല. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും സിനിമയും അല്ലേ? അല്ലേ? അല്ല ഇതുപോലെ മിഠായി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻജോയ് ചെയ്യാൻ പറ്റും. അതൊരു കാർണിവൽ മൂഡായിരിക്കും. അതൊരു ആഘോഷിച്ച് നമുക്ക് എൻജോയ് ചെയ്ത് തകർത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ചത്താപ്പച്ച. ഇവിടെ വന്നിട്ടൊരു മിഠായി വർക്കൽ മത്സരം കൂടി ഉണ്ടായി. തൊട്ട് ശീലമുള്ളതുകൊണ്ട് ഇതൊക്കെ പോക്കറ്റൊക്കെ വീർത്ത് നമ്മൾ എത്ര ഡീസന്റ് ആയിരുന്നു അല്ലേ? നമുക്ക് എല്ലാ എപ്പിസോഡിലും ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ നമ്മൾ കൊടുക്കും. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ ആവണിക്കുട്ടിയാണ്. അപ്പൊ ആവണിക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ആവണിക്ക് ചത്താപ്പച്ച ടീമാണ് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കുന്നത്. ഇവര് വന്നാൽ നമുക്ക് ലക്കാണ് കേട്ടോ. വെലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. എല്ലാരും രാകേഷ് 2 ലോറി. ഇനി ആർക്കും 100 കൊടുക്കണ്ട കേട്ടോ. ആര്യ ചേച്ചി എന്തിനാ അതെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ലിറ്റിൽ ഏഞ്ചൽ വരാൻ പോകുന്നുണ്ട്, കാണൂല. ചെറുതുങ്ങളാ. ഇവിടെ കുറച്ച് ഇടിക്കാരൊക്കെ വന്നെന്ന് കേട്ടല്ലോ. ഇടിക്കാരൊക്കെ വന്നിട്ട് ആൾക്കാരാ ഞങ്ങൾ വെറുതെ കാണാൻ വന്നു. പരിപാടി കാണാൻ വന്നവരാ. അവിടെ മാത്രല്ല, ഇവിടെ ഉണ്ട് റൗഡികള്, അതും പെമ്പിള്ളേര്. ഞങ്ങളുടെ ടോപ്പ് സിംഗറിലെ പിള്ളേരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞങ്ങളാ. ആണോ? ആരാണെങ്കിലും എല്ലാരോടും കൂടിയാ പറയണേ. കാർമ അടങ്ങിക്കോ. ഞങ്ങളെ നിങ്ങക്ക് ശരിക്കും അറിയാമല്ലോ, ഇവിടെ ഏത് റൗഡികൾ പുറത്തുനിന്ന് എവിടുന്നായാലും ഞങ്ങളെ മുട്ടിയിട്ട് എവിടുന്ന് എല്ലാരും പോവാറുള്ളൂ. അതെ, നിങ്ങ വലിയ സ്റ്റണ്ടുകാരാന്നൊക്കെ പറഞ്ഞ ആരാ ഇതില്? ടാറ്റു അതാരാ? വലിയ സ്റ്റല്ലി ഇടിക്കാരാന്നൊക്കെ കേട്ടല്ലോ. ഞങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. പേടി ഉണ്ടെങ്കിൽ വിളിക്കരുത്. അതെ, നിങ്ങ എന്താ നോക്കിക്കണ? ഇങ്ങ് വാ, എല്ലാരും വന്നോ? ഞങ്ങക്ക് സ്റ്റണ്ട് കാണണം. നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യണം, ഒറിജിനൽ ആണോന്നൊക്കെ അറിയണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. എന്ത് പറയുന്നു വൈഷ്ണവ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലേ? എന്നിട്ട് കാണിച്ചെടുക്ക്. തമ്മിത്തല്ലേ അത് നിങ്ങ തീരുമാനിച്ചു. ഞങ്ങള് എന്താണെന്ന് ചെയ്യാം. അല്ല, നിങ്ങ തമ്മില് അല്ല, നിങ്ങ തമ്മില് സിനിമയില് കാണിക്കണൊക്കെ ഒറിജിനലാന്ന് നമുക്ക് അറിയണം. നിങ്ങ പഠിച്ചിട്ടാണ് വരുന്നത്. സിനിമയില് ഞങ്ങളോടല്ലോ മുട്ടുന്നത്. അല്ല, ഒറിജിനലായിട്ട് കേക്കണം, കാണണം. കലി മാസ്റ്ററിനെ കൊണ്ടുവരാൻ പറ്റൂ? ആരെ വേണേലും കൊണ്ടുവന്നു, അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ നാണം കെടുത്തല്ലേ? നിങ്ങൾ രണ്ടിട്ടിരിക്കുക. നമ്മ കൊള്ളിക്കാണ്ട് എങ്ങനെയാണ് ഇടിക്കാൻ കാണിക്കുന്നത്, അതാണ് ഒറിജിനാലിറ്റി. അതമ്മ എങ്ങനെയാണ് അത് കാണിച്ചാലും മതി, കുഴപ്പമില്ല. മീനാക്ഷി, ഞാൻ ഈ പടത്തില് മീനാക്ഷി ചെയ്യുന്ന പണിയാ ചെയ്തേക്കണേ. ഞാൻ ആങ്കറാണ്. കിട്ടുമോ? അപ്പൊ നടുക്കുന്നുണ്ടോ? എന്നാലും നടുക്കുന്നുണ്ടോ? ഓട് പൊട്ടിച്ച് കാണിക്കുന്നല്ലോ പറഞ്ഞ, അത് ആദ്യം കാണിക്കും. ഇതാണ് ഞാൻ ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇവർക്ക് കാണണം. ഓടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാൻ റെഡി. അത് ഓട് കൊണ്ടുവന്ന് ഒരു ഓട് ഞങ്ങളല്ല
ആദ്യം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ കാണിക്കണം. എന്നാ ഞങ്ങളുടെ 22-ന് കാണിക്കും ജനുവരി. അപ്പൊ നിങ്ങളത് കണ്ടിട്ട് നമുക്ക് പിന്നീട് ഒരു ദിവസം ഒരുമിച്ച് ഇവിടുന്ന് പോകത്തുള്ളൂ. 2 സ്റ്റെപ്പെങ്കിലും കാണിക്കെന്തെങ്കിലും. ഫൈറ്റിംഗ് മൂവ് അല്ല, പക്ഷെ ഒരു ടോണ്ടിങ് ഉണ്ട്. എൻ്റെ ക്യാരക്ടറിന്റെ ഒരു ടൈപ്പ് ഓഫ് സിഗ്നേച്ചർ മൂവ് ചെയ്യുന്ന മുമ്പ് ചെയ്യുന്ന ഒരു സാധനം. അത് ഞങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ കാണിക്കാം. നമുക്ക് കമന്റ് അതെ അതെ. ഇതാ വരുന്നു കടോൽക്കജന്മാരെ വെല്ലുന്ന കടാകടിയൻ കടൽ കൊമ്പൻ. വെരി നൈസ്, വെരി നൈസ്. പരമാവധി ശ്രമിച്ചു, ബാക്കി 22 കാണാം. കടൽ കൊമ്പിൽ ഒരു എക്സ്ട്രാ കൊമ്പുണ്ടായിരുന്നല്ലോ. ഒറ്റയ്ക്ക് അവൻ ചേടിച്ച് അമ്മ സ്വന്തമായിട്ടിരുന്നു. ഇനി ഓട്. നിങ്ങളെ ജിതാ ഓട് പൊട്ടിക്കും. ഓട് വേണം പക്ഷേ നിങ്ങളെ ട്രെയിലർ കണ്ടപ്പോ തന്നെ മനസ്സിലായി സൂപ്പറാ. എന്നാലും ഞങ്ങൾ മനസ്സിലായത് ഞങ്ങളങ്ങോട്ട് ഓടിക്കൂടെ ഓടിക്കോ താങ്ക് യു. എനിക്ക് നിങ്ങളോടൊരു ബഹുമാനമുണ്ട്. താങ്ക് യു. മീനുട്ടാ വിളിക്കല്ലേ, ഞാൻ ബൈനോക്കുലർ സെറ്റ് ചെയ്യാം. ആര്യ ചേച്ചി അത് എടുക്കുമ്പോഴേ നമ്മൾ വിചാരിക്കണം ഇവിടെ ആര് വരാൻ പോകുന്നു. ലിറ്റിൽ ഏഞ്ചൽ. അതെ, ലിറ്റിൽ ഏഞ്ചൽ എന്ന് ആര് വരാൻ പോകുന്നു, അതാ എനിക്ക് അറിയേണ്ടത്. ഞാൻ പറയട്ടെ, MJ സർ പറ. ഒരു ക്ലൂ. ബ്ലാ 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 ബ്ലാ. സംസാരത്തിന്റെ പൂരം. അതെ, അത് മാത്രമല്ല ഭയങ്കര കഴിവുകളുള്ള കുട്ടിയാണ്. അതെ, ബ്രില്യൻ മധുങ്ങൾ പറ ആരാ. അതെ, യെസ്, വെൽക്കം ടെസ കുട്ടി ഓൺ സ്റ്റേജ്. തിളങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടെസ ബേബി. ഹായ് ടെസ ബേബി. ഹലോ. അവരെ കണ്ടോ? ചത്തപ്പച്ച. ചത്താപ്പച്ചേലില്ലേ എന്റെ ഫ്രണ്ടില്ലേ അവിടെ പോയായിരുന്നു. ചത്താപ്പച്ചേലിന്റെ ഫിലിമില് ഷൂട്ട് ചെയ്തായിരുന്നു. പേരെന്താ ഫ്രണ്ടിന്റെ? അഫൈ. അഫൈ. ആ ഫ്രണ്ട് പല്ലില്ലാത്തോണ്ട് അങ്ങനെ അഭയാണ്. അഭയ്. ഒന്നുകൂടി പറഞ്ഞേ. അഭയ്. ഇപ്പൊ കറക്റ്റ്. ചാടുന്ന സീൻ. അയ്യോ, ആ സീനൊക്കെ കണ്ടു നേരത്തെ. മനസ്സിലായി. അപ്പൊ രസക്കുട്ടി എന്തായാലും പോകും, ഫ്രണ്ട് ഉണ്ടല്ലോ. അതെ, അപ്പൊ ആ കാര്യം നമ്മള് സേഫാ. അല്ല, എന്തുണ്ട് വിശേഷം? നാട്ടില് പോയിരുന്നോ? എന്നിട്ടില്ലേ എവിടെ? കാഞ്ഞിരപ്പള്ളിയോ? മല്ലപ്പള്ളി. ഓ, അവിടെയാണല്ലേ. ഞാൻ ഓർത്തു ഈ കണ്ണാടി വെച്ച ആൾക്കാർക്കൊക്കെ ഭയങ്കര സീരിയസ് ആണ്. ഓ, എന്നിട്ട് ഇവിടെ വന്നങ്ങ് ഇരുന്നപ്പോ കോമഡി മാസ്റ്റർ എന്ന് പറയും. പാട്ടിനേക്കാളും നല്ല മിമിക്രിയാ. ഇതിപ്പോ അഭിനന്ദിച്ചതാണോ അപമാനിച്ചതാണോ? ഞാൻ മധുവങ്ങളിന് പറ്റിയ പേരിട്ടിട്ടുണ്ട്. എന്താണ്? ലേസ് പാക്കറ്റ്. അതെന്താ ലേസ് പാക്കറ്റ് എന്ന് പേരിട്ടെ? എന്ത് മതങ്ങൾ ഒത്തിരി അതല്ല, ലേസിനകത്ത് എന്താ ഉള്ളേ? കാറ്റ്. കറക്റ്റ്. എന്റെ ഉള്ളിൽ കംപ്ലീറ്റ് എയർ ആണെന്നാ. എവിടുന്ന് കിട്ടുന്ന എയർ? ശ്വാസമാണ്. ഞാൻ വിചാരിച്ചു ഗ്യാസിന്റെ മരുന്ന് കഴിക്കാന്ന്. അങ്ങനെ ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. 1 മാസം എടുത്താ പഠിച്ചത്. ഞാൻ പാടട്ടെ? പഠിക്കും. ഇന്ദ്രധനുസ്സുകമീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീഭരത വാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപഥം പ്രണവം വിടർന്നു ലഞ്ഞു സരയുവിൽ മന്ത്രമൃദംഗരംഗസുഖം സരവേഗ ദീപതാളമേകി മാരുതിയാ. ലളിതമുണരു സാവധാന ലഹരിയോടെ രാമ. പക്ഷെ ആ വരി പഠിച്ചെടുക്കാൻ ഒരു മാസം എടുത്തു.
പാട്ട് ഇത് പഠിച്ചു. പഠി- അത്രയും ഇത് പഠിക്കാൻ അത് മാത്രല്ല അത്രയും ശ്വാസം വേണം അത് പാടാൻ. ഗംഗയാടി രഘുപതി രാമജയ രഘുരാമജയം ശ്രീ ഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദ പ്രണവം വിടന്നുലഞ്ഞുലഞ്ഞു സരയുവിൽ മന്ത്രപദങ്കരംഗശ്രുതം സരവേഗ ദീപതാളമേകി മാരുതിയാ. അപ്പൊ നേരത്തെ പാടിയില്ല അത് തന്നെയല്ലേ? അതെ അതന്നെ. ഞാൻ ഒരു എക്സ്ട്രാ വേറെ വരാൻ ഇല്ല പോകുന്നു. ഇല്ല അത്ര ഇല്ല. വേറെ ആർക്കെങ്കിലും എന്തായാലും കൊള്ളാട്ടെ, പേരിട്ടിട്ടുണ്ടോ? പിടിക്കുകയാണേ. മധുചേട്ടൻ വേറെ ലെവൽ. അതാണ് പറഞ്ഞു വന്നത്. ആർക്കെങ്കിലും പേരിട്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ ലേസ് ആണ്. ലേസ് പാക്കറ്റ്. ഓക്കെ. മധുചേട്ടനെ വെള്ളത്തിലിട്ട പൊങ്ങി കിടക്കും ഇങ്ങനെ. ആഴ്ചക്ക് ഈ വട്ടം ഒന്നും പോരാ. വട്ടോ. ആര്യ ചേച്ചിക്ക് വട്ടാണോ? അതൊക്കെ ആഴ്ച ഒരു പാട്ട് പാടില്ലേ? തീം കിടതക തീം തില്ലാന മോഹനത്തിന്റെ തില്ലാന. തിന്തില്ലാന തിക്ക് തിക്ക് താനാ തിന്തില്ലാന തിക്ക് തിക്ക് താനാ തിന്തില്ലാന തിക്ക് തിക്ക് താനാ നാ തിക്ക് തിക്ക് തോ തിക്ക് തിക്ക് നാ തിക്ക് തിക്ക് തോ തിക്ക് തിക്ക്. അത് നല്ല അടിച്ചു പൊളിച്ചു ചേച്ചി. ആണല്ലേ? താങ്ക് യു. അതുകൊണ്ട് ഈ തീം തീം കിടതകതീം. പക്ഷെ എനിക്ക് വന്ന പേരെന്താ അത് പറ. സ്മൈലി സ്റ്റിക്കർ. ആഹാ സ്മൈലി സ്റ്റിക്കർ. ചേച്ചി ഇരിക്കുമ്പോ ഫുൾ പല്ലും കാണും. ആ 32 പല്ല് നമുക്ക് പുറത്ത് കാണാം. ഇത് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും സ്മൈലി ഓർമ്മ വരില്ല. എനിക്ക് ഒരു സൈഡല്ലേ ഹായ് ലേസ് പാക്കറ്റ്. ഹായ് സ്മൈലി. അവരൊക്കെ ഇനി MJ ഉണ്ട്. ഞങ്ങളല്ലേ പാട്ട് ചെയ്താ എംജങ്ങളുടെ കൂടെ മിണ്ടല്ലേ? എംജിങ്ങള് ആ. എല്ലാം ശാന്തം സമാധാനം. 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 ആ. Dream music, think music. MJ music song. കൊള്ളാലോ. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കണതൊക്കെ? എന്നിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടേ. കുഞ്ഞാറ്റെ മേളിലെടുക്കുമ്പോ ആ തിക്കിച്ചിരി കൂട്ടിയ നമ്മളുടെ ട്രെയിനിങ് മാസ്ക്. എന്നിട്ട് ആ സംഗീതം നന്നായിട്ട് പാടിട്ടോ. ആ പാട്ട് പക്ഷെ നല്ലായിരുന്നു. അവൾ ആക്ട് ചെയ്ത് കാണിച്ചു. പേര് സ്മൈൽ ഇങ്ങനെയാ. എങ്ങനെ ശാന്തം സമാധാനം. കാണിക്കണതൊക്കെ എങ്ങനെയാന്ന്? എങ്ങനെ സന്തോഷായില്ലേ? പേര് നമ്മള് കഴിക്കുന്ന ഒരു സാധനം ഇടാം. ആ ശരി. അത് മതി. പഞ്ഞിമുട്ടായി. നല്ല പഞ്ഞിമിഠായി. നല്ല ഭംഗിയുള്ള പേര്. സോഫ്റ്റാ. ഇഷ്ടപ്പെട്ടു. എനിക്ക് കളിക്കാൻ തോന്നും. കവളൊക്കെ പിടിച്ച്. അതെ മീനൂട്ടിനും കൂടെ ഒരു പേര്. എനിക്ക് ആലോചിച്ചിട്ടാ മതി. കുഞ്ഞു പോയി നാളെ വല്ലതും. വേണ്ട പോന്നെ അത് പറഞ്ഞോ മതി. പറഞ്ഞോ ഒരു പേര്. പേര് ഞാൻ അടുത്ത ദിവസം പറയാം. പേരടുത്ത ദിവസം. ഞാനൊരു കാര്യം പറയാവേ. ആ. ഈ മീനൂട്ടി ചേച്ചിയില്ലേ പണ്ടൊക്കെ ഇങ്ങനെ കുഴഞ്ഞൊക്കെ ആയിരുന്നു പറയുന്നത്. അധികം ആൻസർ ഒന്നും കൊടുക്കാതെ. ഇപ്പൊ ആണെങ്കിൽ മിടുക്കിയായി. ഫുൾ കൗണ്ടറും പിന്നെ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കോൺഫിഡൻസ് ഉണ്ട്. കുട്ടിയായിരിക്കുമ്പോ ഒബ്സർവ് ചെയ്യണം കേട്ടോ ഈ കുട്ടി. ആണ്, ഞാൻ പോലും എന്നെ ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ ആയിരുന്നു. ഇപ്പൊ പക്ഷെ ഞാൻ കുറച്ച് നേരം നിന്ന് വർത്താനം പറഞ്ഞു. അപ്പൊ എത്ര പ്രായം ഉണ്ടായിരുന്നു ടെസ്സക്ക്? എത്ര വയസ്സുണ്ടായിരുന്നു? ജനിച്ചിട്ടില്ലായിരുന്നു ടെസ്സക്കുട്ടി. ഇപ്പൊ എത്ര വയസ്സുണ്ട് ടെസ്സക്കുട്ടിക്ക്? ഇപ്പൊ 7. അപ്പൊ എന്തായാലും ജനിച്ചിട്ടില്ല. ടെസ്സക്കുട്ടി ഒരു ചോദ്യം ചോദിക്കോ മീനുട്ടി എടുത്ത്? എന്താ? 5 കിലോ ഇരുമ്പിനാണോ 5 കിലോ പഞ്ഞിക്കാണോ കൂടുതൽ വെയിറ്റ്? 5 കിലോ ഇരുമ്പിനാണോ 5 കിലോ പഞ്ഞിനാണോ കൂടുതൽ കൂടുതൽ വെയിറ്റ് ഞാൻ ആലോചിച്ചിട്ട് പറയാം കേട്ടോ. സമാധാനായില്ലേ ഇതുവരെ? എന്ത് രണ്ടിനും ഒരേ വെയിറ്റ്? തൃപ്തിയായില്ലേ? എത്ര വർഷം എടുത്ത് ഇത് പഠിക്കാൻ? അതെ. കാര്യം ഞാൻ പറയട്ടെ. ഞാൻ നേരത്തെ എല്ലാവരെയും ഇങ്ങനെ ചെയ്തല്ലോ. ഇനി ആരെയാ വേണ്ടത്? രാകേഷ് വേണോ? വേണം. എടാ മോനെ അത് പറ്റില്ല ഇത് കോമ്പറ്റീഷൻ അല്ലേ, അത് പറ്റില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റിപ്പീറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് പറ്റത്തില്ല. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. അത് പറ്റത്തില്ല എന്ന് വെച്ചാൽ. കൊള്ളാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഏത് പാട്ടാ പാടുന്നത് കുട്ടി? തള്ളു 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 പന്നാസു വണ്ടി. ഇവിടെ ഇല്ലേ ബാക്കിലെ തള്ളാനെ കുറെ ചേച്ചിമാര് വന്നിട്ടുണ്ടേ. എന്റെ ധ്വനി സ്കൂളിലെ ഡാൻസ് പഠിപ്പിക്കുന്ന ചേച്ചിമാരാണ്. അവരും പുറകെ നിന്ന് എന്റെ കൂടെ ഡാൻസ് കളിക്കും. വർഷം 1971. അതായത് MJ അങ്കിള് ജനിച്ച വർഷം. എനിക്ക് അത്ര വയസ്സുണ്ട്.
എന്നിട്ട് ലിറിക്കിസ്റ്റ് പി ഭാസ്കരൻ മാസ്റ്റർ, മ്യൂസിക് ഡയറക്ടർ എ.ടി. ഉമ്മർ, വെരി ഗുഡ്. സിംഗർ അടൂർ ബാസി സാറും പിന്നെ ലത ചേച്ചിയും ലത ആന്റി ലത ആന്റി അമ്പിളി മാമും. സിനിമ ആഭിജാത്യം. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അതെ. അപ്പൊ നിങ്ങളും റെഡി അല്ലേ? കുറച്ച് നേരമായിട്ട് ഇപ്പോഴല്ലേ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കേണ്ടി വന്നത്. ഇതുണ്ടല്ലോ, ഇതൊരു പാട്ടുകാരി മാത്രമല്ല, ഒരു കുട്ടി ആക്ട്രസ് ആണ് കേട്ടോ. കുറെ മൂവീസിലും ആഡ്സിലും ഒക്കെ ടെസക്കുട്ടി ചെയ്തിട്ടുണ്ട്. ദൈവമേ, കുറെ പരസ്യത്തിലും സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആക്ട്രസും കൂടിയാണ്. ഓക്കെ, പാട്ട് കേൾക്കാം ഇനി. ഓൾ ദി ബെസ്റ്റ് മാം. കോറസ് നൈസ്. താങ്ക് യു സർ. ധ്വനീസ് ഡാൻസ് സ്കൂൾ അല്ലേ? സൂപ്പറാണല്ലോ. ഉഗ്രം അല്ലേ? നല്ല ഗ്രേസ്. വെറുതെ അല്ല, നമ്മുടെ ടെസക്കുട്ടി ഇതുപോലെ. ഭയങ്കര പേടിയായിരുന്നു. അത് ചേച്ചിയായിരുന്നോ? അയ്യോ, ഞാൻ ചേട്ടനാന്ന് വിചാരിച്ചു. ഒരു മീശയൊക്കെ വെച്ച് ശ്രീബാല. ശ്രീബാല. ഇപ്പുറത്തുള്ളതും ചേച്ചിയാണോ ചേട്ടനാണോ? അതും ചേച്ചിയാ? ജ്യോതി. എന്റെ പേര് അർച്ചിത. അർച്ചിത. എന്റെ പേര് ശ്രീനന്ദിനി. ശ്രീനന്ദിനി. അങ്കിത. ആദിത്യ. അനീക. ധ്വനി സ്കൂൾ എവിടെയാ? ഡാൻസ് സ്കൂൾ എവിടെയാ? അത് കുര്യനാട്. കുര്യനാട്. അത് നമ്മുടെ കൂത്താട്ടുകുളം അല്ലെ? ആ ഭാഗത്താണല്ലേ? ഇവരുടെ സിനിമയുടെ പേരെന്തുവായിരുന്നു? പച്ചത്തത്തയോ? ചത്തപ്പച്ച. ആ, നേരത്തെ എന്താ പറഞ്ഞ? കാറിന്റെ കാര്യോ? കാറിന്റെ കാര്യം. എന്താണ്? അല്ലേ, കാറിനെ കുറിച്ച് മറ്റേ
മുളകിന്റെ കാര്യമൊക്കെ പറയാനുണ്ട്. അത് മുളകാ? പറഞ്ഞാലേ കാറും മുളകും തമ്മിൽ എന്ത് ബന്ധം? ഒരു സാധനം ആ. ഉണ്ട്. പക്ഷേ അത് പറഞ്ഞാലേ 1 മണിക്കൂർ എടുക്കും. 8 മണിയാവും. മഹാലക്ഷ്മി സീരിയൽ തുടങ്ങും. ഓ അത് ശരി. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് അടുത്ത ദിവസമായാലോ? അടുത്ത പാട്ട് അടുത്ത അടുത്ത ദിവസം. ദിവസം. അടുത്ത പാർട്ട് കണ്ടിന്യൂഷൻ. അടുത്ത പാർട്ടാ. കാറ് മുളക് കാർ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ അത് നമുക്ക് അടുത്ത എപ്പിസോഡിലാണെങ്കിലും. അടുത്ത എപ്പിസോഡിൽ പറയാനാ. അതെ, അല്ലെങ്കിൽ ഇപ്പൊ സോ serial വെയിറ്റ് ഫോർ തുടങ്ങും. ദ നെക്സ്റ്റ് എപ്പിസോഡ് അതെ. അല്ലേ? So wait for the next episode. Yes. അല്ലെങ്കിൽ മഹാലക്ഷ്മി സീരിയൽ തുടങ്ങും. ഇടയ്ക്ക് കുറെ സ്വരങ്ങളൊക്കെ പാടിയല്ലോ. ഏത് സ്വരങ്ങള്? തള്ളു അതിന്റെ ഇടയിൽ സ്വരങ്ങളുടെ ആവശ്യമുണ്ടോ? പാപ്പാ മകരി ലിറിക്കിസ്റ്റ് അല്ലേ എഴുതിയത്? ലിറിക്കിസ്റ്റ് അങ്ങനെ Lyricist എഴുതിയത് കൊണ്ട് കുഴപ്പമൊക്കെയാണല്ലേ? അതെങ്ങനെയായിരുന്നു സ്വരം? പാപ്പാ മകരി എങ്ങനെയാ? പാപ്പ മകരി മാമ ഗരിസ ആ അതാണ് നല്ല രസമായിരുന്നു. എന്തൊക്കെയാണ് ജീപ്പ്, പിന്നെ ഡാൻസ് സ്കൂളിലെ അതെ. ചേച്ചിമാര്, രസക്കുട്ടി, എല്ലാരും കൂടെ അടിച്ച് പൊളിച്ച് തകർത്ത് കിടിക്കും. അയ്യോ 2 ടയർ കിടക്കുന്നുണ്ടോ ഊരി വീഴ്ത്തോളെ? അത് ഇതിന്റെ ഈ വാഹനത്തിന്റെ അത്. ഈ ഒരു വണ്ടി നല്ലതാണ്. കാരണം എന്താണെന്നറിയാവോ? പെട്രോളൊന്നും വേണ്ടല്ലോ. ഇവിടെ പൈസ കൊടുത്ത് പെട്രോൾ അടിച്ച് മടുത്തു. അതിലും ഭേദം പന്നാസ് വണ്ടിയാ. ആരടിച്ചു പെട്രോള്? അമ്മ. ആണല്ലേ? അമ്മ അത് ശരി. അമ്മ മടുത്തത് എങ്ങനെ? ടെസ്സൊക്കെ അറിയാം. അമ്മേനോട് കൊറേ പ്രാവശ്യമൊക്കെ പറയാറുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? പെട്രോൾ അടിച്ചടിച്ച് മടുത്തു. മടുത്തൂന്ന്. പെട്രോൾ അടിച്ചടിച്ചടുത്ത് മടുത്തു. മടുത്തു. അപ്പൊ ഇന്നത്തെ പാട്ട് കലക്കി. അടിപൊളി. നല്ല ഡാൻസ് ആയിരുന്നു പിള്ളേരുടെ, ആ കൂട്ടുകാരികളുടെ. ഇപ്പഴാ ഞാൻ ഓർത്തേ. ഒരു സാധനം പറയട്ടെ. ആ. രാകേഷങ്ങളിനോട് ഞാൻ എത്ര തവണ പറഞ്ഞാണെന്നറിയോ? എന്ത്? ഈ ഫെററോഷർ മുട്ടായി ആ മേളൂന്ന് അങ്ങ് വീഴുന്നില്ല. ഫെററോഷറോടെ തങ്ങി ഞാൻ നിൽക്കുക. ഒത്തിരി പറഞ്ഞതാ. എന്റെ ജുവൽ എന്റെ ഫ്രണ്ടാണ്. അവള് എന്നെ പറഞ്ഞു ഫെറോഷർ മുട്ടയെ ഒന്ന് വീഴിക്കോ, എനിക്കൊന്ന് തരാനാ. ഇവിടത്തെ ജുവലാണോ? ജുവലല്ല, വേറെ ജുവലാണോ? എന്റെ സ്കൂളിൽ പഠിക്കുന്ന ജുവൽ. ഓ ഓ അപ്പൊ അവർക്കൊക്കെ മിഠായി കൊണ്ട് കൊടുക്കാറുണ്ടോ? ഇവിടുന്ന് പെറുക്കിട്ട് അത് ശരി. വേറെ ബിസിനസ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഇപ്പൊ ഫെററോഷറും കൂടി കയറ്റണം എന്നാണ് പറയണത്. അതെ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു സൈഡ് ബിസിനസ് നല്ലതല്ലേ ഈ അതെ, കാലത്ത്? വളരെ. അതെ. അതെന്തായാലും അതൊക്കെ നമുക്ക് ഫെററോഷറുടെ കാര്യം നമുക്ക് പിന്നെ അടുത്ത പാർട്ടിൽ എപ്പിസോഡിൽ അടുത്ത ഷെഡ്യൂളിൽ Set ചെയ്യാം. നോക്കാം. എന്തായാലും ഇന്നത്തെ കിടിലൻ പാട്ട് ഡാൻസ് എല്ലാം Super. കലക്കി. ആ അവസാനത്തെ കുറച്ച് ഡാൻസ് സ്റ്റെപ്പ് ചെയ്തല്ലോ, അതൊക്കെ അടിപൊളിയായിരുന്നു അതെ കേട്ടോ. എല്ലാരും കലക്കി. അതെ. ആദ്യം ആ വണ്ടി ഉന്തി വന്നതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. 2 ചേട്ടന്മാര് ടയറൊക്കെ ഉരുട്ടി കഴിക്കും. ഒരുപാടുണ്ടായിരുന്നു കാണാൻ. ഞാൻ ഈ സാധനം കണ്ടില്ല. അവർ ഉന്തിക്കൊണ്ട് അങ്ങോട്ട് പോയോ? ആ പോയി പിന്നെ പോയി. ഈ പാട്ടിന്റെ ഇടയ്ക്കുള്ള ചില ആക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, അതൊന്നും അത് നല്ലായിരുന്നു, അല്ലേ? രസമായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നു. Yes. അതൊക്കെ കൊള്ളായിരുന്നു. ഈ തല്ലിപ്പൊളി വണ്ടി. അത് തന്നെ. അപ്പൊ മിടുക്കി. അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അതെ. ആര് മഴ പെയ്പ്പിക്കണം? എല്ലാവരും കൂടി ഒരുമിച്ച് പറയണം. 3, 2. അല്ല അയില ഞാൻ പറഞ്ഞു തീർന്നില്ല. പറ. പാട്ട് ഭയങ്കര കളർഫുൾ ആയിരുന്നു. ആ. ടെസ്സ അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നിച്ചാവല്ലേ? ഒരുമിച്ച് പറയാം. 1 2 3 4. ഒരട്ടങ്ങനെ മധുരമഴ. എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്റെ വെയിറ്റ് കൊണ്ട്. ഓക്കെ രസക്കുട്ടി, ബൈ ബൈ. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഇവിടെ ഒന്നുള്ള ഒരാളല്ല കേട്ടോ. ഇനി നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങ് അമ്പത്തൂരിന്ന് ഒരാൾ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് സിംഗറിലുള്ള ആളാണ്. റൈക്ക എന്ന പേര്. വിളിക്കാം. അടിപൊളി, വിളിക്കാം. ഒരു തമിഴ് പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ പക്ഷെ മലയാളം പാട്ടാ പാടാൻ പോകുന്നത്. ആള് തമിഴാണെങ്കിലും അതെ, ആള് തമിഴാണ്, പക്ഷെ നന്നായി മലയാളം പാട്ട് പാടും. ഓക്കെ, റൈക്ക കുട്ടിയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം റൈക്ക ഓൺ സ്റ്റേജ്. ഹലോ. ഹാപ്പി പൊങ്കൽ. ഹാപ്പി പൊങ്കൽ. எப்படி இருக்கீங்க? நல்லா இருக்கேன். நீங்க எல்லாம் ஓ எப்படி? எல்லாரும் நல்லா 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 இருக்கு, இருக்கும். பார்த்தா தெரியலையா? எல்லாம் நல்லபடி தானே இருக்கு. சூப்பரா இருக்கலே. ஹலோ. அவங்களெல்லாம் தெரியுமா? நான் வந்து நிறைய படம் பார்த்திருக்கேன். அப்படியா? ஆமா. எனக்கு ஒரு டவுட் இருக்கு. ம். சோ நான் ட்ரெய்லர் பார்த்தேன். ட்ரெய்லர் ஃபுல் அடி அடியா? അടിച്ച് ഇടിച്ച് എല്ലാം പண்றா. ஓகே. ஓகே, പടത്തോட പേര് മാത്രം എനിക്ക് മനസ്സിലാകില്ല. ചത്ത പച്ചാന്ന എന്നത്? ഡുവോഡായി தெரியுமா? ഡുവോഡായി. டூ ஆர் டை கேட்கலையா இது வரைக்கும்? அப்படி சொல்றது இது வரைக்கும் கேட்கல. டூ ஆர் டை. ഡു ഓർ அது கேள்விப்பட்டிருக்கு இல்லையா? അതോட സെയിം മീനിങ് ദാ ചത്ത പച്ച മലയാളം. ഓക്കേ. அது வந்து கொச்சின்ல கொச்சி இல்ல, Slang. കൊച്ചി മട്ടാഞ്ചേരി സൈഡ് அந்த ஏரியாவில சொல்ற விஷயம் தான் அது. ചത്ത പച്ച. ചത്ത പച്ച. ஆமா.
തമിഴില് ലൈക്ക് இந்த படத்தோட பேரு ரிலேட்டட் அல்ல லைக் இந்த சத்தா பச்சா அந்த சாச்சா வச்சுட்டு ஒரு டங் ட்விஸ்டர் இருக்கு. ടങ് ട്വിസ്റ്റർ தாத்தா தெச்சு தந்த சட்டை பச்சை சட்டை. சோ அத எல்லாரும் நீங்க 5 டைம்ஸ் ஸ்பீடா சொல்லலாம். എന്തത് இதோட ஃபேமஸா பெரிய டைம் ட்விஸ்டர் നിങ്ങൾ சொல்லு வைஷ்ணவ் இருக்கும்போது சொல்ல முடியாது. ഇനി അപ്പുറത്താരെങ്കിലും ഉണ്ടോ മൈക്ക് കൊടുക്കാൻ? ഇപ്പൊ യാര് சொல்ல போற? அர்ஜுன் சேட்டன் சொல்லுங்க. தாத்தா தெச்சு தந்த சட்டை பச்சை சட்டை. ஓ தாத்தா തെച്ച് തந்த ചട്ടായി പച്ച പച്ച ചട്ടായി. പച്ച ചട്ടായി. ജാനുവരി 22. ഇനി അടുത്ത ചേച്ചി ഒന്ന് ഒരു പ്രാവശ്യം കൂടി. தாத்தா தெச்சு தந்த சட்டை பச்சை சட்டை. தாத்தா சட்டை தந்த சட்டை பச்சை താത്ത തെച്ച് തந்த ചട്ടൈ പച്ച പച്ച ചട്ടായി. താത്ത തച്ച് തന്ത ചട്ടൈ പച്ച ചട്ടൈ. ഇതിനായിരുന്നു ഇത്രയും വിഷമിച്ചു പറഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് പഠിച്ചോണ്ടിരിക്കും. അത് ഓരോരുത്തർ പറയുമ്പോഴും അവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നു. எனக்கு ചേച്ചിயோட ஹேர் ரொம்ப பிடிச்சிருக்கு. ஹேர் டைப் Thank you so much. பிடிச்சிருக்கு. പിന്നെ എന്നാ വിശേഷം? എന്നാ സമാചാരം? சமாச்சாரம் ஒன்றும் இல்லை. இப்போ நான் பாட போற பாட்டு இங்க டாப் சிங்கர்ல இருக்கிற எல்லாருக்கும் ரொம்ப ஸ்பெஷல் ஆக்கும். அப்படியா? അതെന്താ? ஏன்? ஏன்னா அதோட கம்போசர் நம்மளோட ஃபேவரட்டான எம்ஜே சந்திரன் சார். ஓ டீடைல்ஸ் இந்த மாதிரி சொல்றீங்களா? சொல்லுங்க சொல்லுங்க சொல்லு. மூவி சத்யம், இயர் 2004. லிரிசிஸ்ட் எஸ் ரமேஷன் நாயர் சார். ஓகே. பாடியது சுஜாதா மேமும் வித்யா சேச்சி. വെരി ഗുഡ്. ഓക്കെ, ഇത് 2004 21 ഇയേഴ്സ് ബാക്ക് അല്ലേ? അപ്പൊ ഞാൻ കൂടെ അത് മറന്നു പോച്ചു. ഏത് പാട്ട് ഇത്? കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി. ഓ അന്ത പാട്ടാ? ആ പാട്ട് അതാനാ அந்த பாட்டு. അതാ. நல்லா இருக்கு. இந்த വിദ്യ തന്നെ എന്താ മ്യൂസിക്കൽ ലൈഫില് അതെ അതെ കുക്കുരു കുക്കു പാടിയ ചേച്ചി. அந்த வித்ய தான் இந்த வித்யா. ஓகே നല്ല പാടണം. ആരംഭിക്കലാമല്ല. ഓ സീൻ തന്നെ. ഓൾ ദി ബെസ്റ്റ് റൈക്ക കുട്ടി.
റൈക്കക്കുട്ടി പാടി കണ്ട് ഹാപ്പിയാണോ? ആ. സ്പെഷ്യൽ ആയിട്ട് ഇവര് വന്നിട്ടുണ്ട്, ചത്താപ്പച്ച ടീം വന്നിട്ടുണ്ട്. ആ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഹാപ്പി ഉണ്ടോ? ആ. സന്തോഷാണോ? ആ. അപ്പൊ റൈക്കക്കുട്ടി കാണാൻ പോവില്ലേ ചത്താപ്പച്ച മൂവി? ആ. ഓക്കെ. ആ. എന്ന് പറയണ്ടോ? ஆமா. എന്താ? அப்பா வந்து WWE பெரிய ஃபேன் ஆகும். ഞാനും ആക്കും, ആണോ? ഞാനും പെരിയ ഫാൻ ആക്കും. சோ അതുകൊണ്ട് அப்போ அப்பா வந்து இந்த ட்ரெய்லர் டீசர் பாக்குறதுக்கு அப்புறமே சொன்னா நான் இது ஃபர்ஸ்ட் ஷோ போவேன். ഓ, எனக்கு இது ரொம்ப பிடிக்கும் சொல்லிட்டு ഭയങ്കര சொன்னா. സപ്പോർട്ട്. ഞാനും കൂടെ പാക്കുറതുണ്ട് WWE. അപ്പൊ ഞാനും പോവേൻ. ഓക്കെ, അപ്പൊ ഫാമിലി ആയിട്ട് പോകും. എല്ലാവരും പോകും. അപ്പൊ MJ ഞങ്ങൾ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് റൈക്കാക്കുട്ടി പാടിയതിൽ ഒരു ചത്ത പച്ച ഉണ്ടായിരുന്നു. Do or die. ഒരു ഡു ഓർ ഡൈ ആറ്റിറ്റ്യൂഡ്, അത് ഗംഭീരാണ്. അത് എനിക്ക് Yes. വളരെ ഞാൻ Thank you. ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. താങ്ക് യു. ആൻഡ് ദാറ്റ്സ് എ ബ്രില്യൻറ്റ് ട്രാൻസ്ഫർമേഷൻ. താങ്ക് യു. ഇങ്ങനൊരു ജോണറിൽ ഇതുവരെ പാടിയിട്ടില്ലല്ലോ ഇല്ല. അല്ലേ? എപ്പോഴും മെലഡീസ് അല്ലേ കൂടുതൽ പാടുന്നത്. ആ ഞാൻ இந்த പാട്ട് കടച്ചപ്പോവേ എനിക്ക് തോന്നിയത് ഇതൊരു ഡിഫറെന്റ് ജോണറുമാക്കും. അതുക്കപ്പുറം MJ സാറോട് പാട്ട് ചെന്നപ്പോ ഞാൻ ரொம்ப ഹാപ്പി ആയിട്ട്. അല്ല, ഞാൻ ഈ പാട്ട് മറന്നിരിക്കുകയായിരുന്നു സത്യത്തിൽ. ആ ഇപ്പൊ ഒരുപാട് നാളിന് ശേഷം 21 വർഷം ആയില്ലേ, അപ്പോൾ ഒരുപാട് പാട്ടുകൾ അതിനുശേഷം വന്നല്ലോ. അപ്പോൾ പല പാട്ടുകളും മറന്നുപോകും. അല്ലെങ്കിൽ മറവിയുടെ അസുഖം ഉണ്ട് അങ്കിളിന്. അപ്പോൾ ഇത് അങ്കിളിന് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. പക്ഷെ അത്ര അധികം ഉണ്ടോ? എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയത്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നി മധുവിന്. ആര്യക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നാണ് എല്ലാവർക്കും തോന്നിയത്. അങ്ങനെയാണോ? പിന്നെ എനിക്ക് ആ ആക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടു. ഡാൻസ് ഒക്കെ ഭയങ്കര ഡാൻസ് ഒക്കെ വളരെ നല്ല രസമുണ്ടായിരുന്നു. അതിന് നമുക്ക് മാർക്ക് കൊടുക്കണമെങ്കിൽ അതിന് പറ്റും. മാർക്ക് കൊടുക്കാം. അതെ. അതിന് ഡാൻസിനാണെങ്കിൽ നമുക്ക് ഫുൾ കൊടുക്കാം അല്ലേ? അതെ. പാട്ടിനാണെങ്കിൽ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ചില പോർഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. ഓമന തിങ്കളെ എങ്ങനെ പഠിക്കും? അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും അതെ. അതിലൊരു എക്സാജറേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് നൈസ്, വെരി നൈസ്. അതുകൊണ്ട് മധുമാസ രാവേ എന്ന് പാടിയില്ലേ, അതെങ്ങനെയാ? പറന്നു 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 അവിടെ Yes. പാട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മനസ്സിന്റെ പൂക്കൾ വിടർത്തിടുമോ. അതിന്റെ മ്യൂസിക്കാലിറ്റി ബ്രില്യന്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് Yes. ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് പാടി. പിന്നെ കുഞ്ഞാറ്റ താമരക്കണ്ണിയിൽ ആലിലത്താലിയും താനേ കോർക്കൂ കുഞ്ഞാറ്റേ. ആഹാ, ആഹാ ആഹാ. അത് ഉഗ്രൻ കുഞ്ഞാറ്റായിരുന്നു കേട്ടോ. അതെ 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 അതെ. അതൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആണ്, എങ്ങനെ പാടണം, എക്സ്പ്രഷൻ കൊടുക്കണം. യെസ്. അല്ല അങ്ങനെ അല്ല അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു അല്ലേ? കുറച്ച് ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു. പിന്നെ അതുപോലെ അതൊക്കെ പറയുന്നത് നല്ല ക്രിസ്പ് ആയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ അങ്ങനെ വേണ്ടി. കുറച്ച് ഭാഗങ്ങൾ നന്നായിരുന്നു. അതെ. ഇത് പാടില്ലേ, പാടിയില്ലേ? അത് കൊള്ളായിരുന്നോ? അതാ ഞാൻ പറഞ്ഞു, ക്രിസ്പ് ആയിരുന്നു. പക്ഷെ ഭയങ്കര ക്രിസ്പി ആയി പോയോ? ടു ക്രിസ്പി ആയി പോയെന്നൊരു സംശയമുണ്ട്. അതെ അതെ. ഇത് പാടിയ ഒരുപാട് സ്ഥലങ്ങൾ ഉഗ്രനായിരുന്നു, പക്ഷെ ചില സ്ഥലങ്ങൾ നന്നായോ എന്നൊരു സംശയമുണ്ടോ? ഇല്ല. ശശിചേട്ടൻ പറയാ ഒരു പ്രശ്നമില്ല. അതായത് നേരത്തെ പറഞ്ഞ സ്ഥലല്ലേ അല്ലേ? അതെ, അത് അത് ഈ റസ്ക് കടിക്കണ പോലെ ഉണ്ടായിരുന്നു എനിക്ക്. ക്രിസ്പിയായി. റോഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഭയങ്കര കഴിവുള്ള ഒരു സിംഗർ ആയതുകൊണ്ട് ആ റസ്ക് കടിക്കണ പോലെ ഉണ്ടായിരുന്നു റസ്ക്. അത് പക്ഷെ ഒരു സുഖമുള്ള ഫീലിംഗ് അല്ലേ റസ്ക് കടിക്കുന്നത്? ചായയുടെ കൂടെയൊക്കെ. അത് ചായയിൽ മുക്കി കഴിഞ്ഞാല് അധികം മുങ്ങാനും പാടില്ല അല്ലേ? മുങ്ങി കഴിഞ്ഞാൽ കുറച്ച് അധികം മുങ്ങിയോ? ആണോ? ചത്തപ്പച്ചയില് മൊത്തം പ്രണയമാണോ? അതെ അതെ, മൊത്തം പ്രണയമാണ്. പ്രണയിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. അപ്പൊ അധികം അഭിനയിക്കേണ്ടി വന്നില്ല അല്ലേ? ഇല്ല, ഉള്ളിലുള്ള പ്രണയം അങ്ങനെ വന്നതാണ്. ജീവിക്കായിരുന്നു തീർച്ചയായിട്ടും. ക്യാരക്ടറായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ജീവിക്കുന്നുണ്ട്. അതെ അതെ. അല്ല ഈ പാട്ട് എന്തൊരു ഫീലാണ്. നല്ല ഫീലുണ്ടായിരുന്നു. പ്രണയം നിറഞ്ഞ തുളുമ്പ് വരുന്നതില്. ഈ പാട്ട് പലരും പാടി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണത്. അപ്പോൾ അത് പാടുമ്പോഴത്തേക്കും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അത് വ്യത്യാസമാണ്. അതാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യു ആർ എ വണ്ടർഫുൾ. സംശയമില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ പാടിയത് നന്നായി. ഈ പാടാൻ കഴിവുണ്ടെങ്കിൽ അതെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരു മാർക്കായിരിക്കോ? അല്ല അത് പറയാറായിട്ടില്ല. അത് ആര്യ തീരുമാനിക്കുന്നേ. ഇവിടുത്തെ എല്ലാ കുഴപ്പങ്ങൾക്കും ഒരാളാണ് കാരണം. ആര്യ. അതിനല്ലേ എന്നെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് ഇവിടെ ഇരുത്തുന്നേ. ലീവ് എടുക്കാനും പറ്റൂല. ദിവസം ഇങ്ങനെ ഇരിക്കണം. റൈക്ക ബേബി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ മധുചേട്ടനും MJ സാറും പറഞ്ഞു എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പമുണ്ടായിരുന്നു എന്ന്.
അവര് പറയുന്നത് ഞാൻ കേൾക്കണോ? പിന്നെ കമ്പോസർ சொல்றது நீங்க அது நீங்க கேட்க അവള് வேண்டாமா വളരെ സീരിയസ് ആയിട്ട് കേൾക്കണോ? கம்போசர் சொல்றது நீங்க கேட்க வேண்டாமா? പക്ഷെ നമ്മ കുട്ടൻ ചേട്ടൻ അത് കുഴപ്പമില്ല. ഓക്കെ. അത് ചിലതൊക്കെ കുഴപ്പമുണ്ട്, അങ്ങനെ കുഴപ്പമില്ലാണ്ടൊന്നുമില്ല, ചിലതൊക്കെ കുഴപ്പമാണ്. ചേട്ടാ കുഴപ്പമാണോ? എനിക്ക് മൊത്തത്തിൽ കേൾക്കാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് വളരെ വാസ്തവമാണ്. അത് ശരിയാണ്, മൊത്തത്തിൽ വളരെ മൊത്തത്തിൽ വളരെ നന്നായിരുന്നു. താങ്ക് യു. அந்த டான்ஸ் எல்லாம் ரொம்ப பிடிச்சிச்சு. ஆமா எனக்கு அந்த அது அந்த டுட்டும் dance பிடிச்சிருக்கு. பாட்டோட கொஞ்சம் கூட எனக்கு ஜாஸ்தி பிடிச்சது ஆக்சுவலா வந்து டான்ஸ் தான் சொல்லணும்னு ஆசை இருக்கு, ஆனா பாட்டு ரொம்ப பிடிச்சிருக்கு. അപ്പൊ എത്ര മാർക്ക്? ഞാൻ പാടിനതൊക്കെ തന്നെ നിങ്ങൾ മാർക്ക് ஆமா எவ்வளவு வேணும் அது சொல்லு. പാടിനുള്ള മാർക്ക് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഞാൻ എങ്കിട്ട് എപ്പോ കേട്ടാലും ഞാൻ 100 தான் சொல்லுவேன். റൈക്കയ്ക്ക് മാത്രമല്ല ശ്യാമിനും ഉണ്ടല്ലോ മാർക്ക്. ആ അത് ശരിയാ. രണ്ടുപേർക്കും കൂടെ ചേർത്തല്ലേ? ആദ്യം ശ്യാമിന് കൊടുക്കാം. ഒരു 50 അയ്യോടാ നിഷ്കു പാസ് മാർക്ക് മതി. പാസ് മാർക്ക് ജസ്റ്റ് പാസ് ആക്കി വിട്ടാ മതി ഇത്. അല്ല, ഫീലിന്റെ ഒരു 100-ൽ 150 കേട്ടോ. അതെ അതെ correct. അടിപൊളി. അതെ. ആദ്യമായിട്ടോ ചരിത്രത്തിൽ ഇത് ആദ്യമായി. സന്തോഷമുണ്ട്. അപ്പൊ ഇനി റൈക്കയുടെ കൊടുത്തേക്ക്. റൈക്കയുടെ പ്രശ്നം, റിയൽ പ്രോബ്ലം. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അർജുൻ എത്ര കൊടുക്കണം? ബക്കറ്റ് അങ്ങ് മറിക്കാൻ അതിനാ മൊട്ടായി വീട്. Raika going to be awarded 100 on 100. അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലും ചത്താപ്പച്ച ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ റൈക്ക കുട്ടിയാണ്. ഞങ്ങളുടെ ശ്യാമും. അതെ അതെ ശ്യാം ചേട്ടൻ കൊടുക്കും റൈക്ക കുട്ടിക്ക് ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ താങ്ക് യു റൈക്ക കുട്ടി. താങ്ക് യു. താങ്ക് യു. മീനുകൂടാ, എന്തോ എനിക്ക് 2 നമസ്കാരം കൊടുക്കാനുണ്ട്. ആർക്കൊക്കെയാ? ഞാൻ അടുത്ത കാലങ്ങളിൽ കണ്ടിട്ടുള്ള ആ. 2 സിനിമകൾ. ഉം. ആ 2 സിനിമകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഉം. അതിലൊന്ന് ഭ്രമയുഗം, ഉം. അതില് അർജുൻ. അർജുൻ ചേട്ടൻ. അതിനൊരു നമസ്കാരം. അതെ അതിൽ കലക്കിയിട്ടുണ്ട്, അടിപൊളി. ഇറ്റ് വാസ് ഗ്രേറ്റ്. പിന്നെ രണ്ടാമത്തത് ചതുരം. ഉം. ഞാൻ 2-3 പ്രാവശ്യം കണ്ട സിനിമയാണ്. ഉം. അതിന് റോഷന് ഒരു നമസ്കാരം. എം ജെ സാർ എനിക്ക് ഒരാളെയും കൂടെ പറയാനുണ്ട്. മിനോൺ ഇസ് an amazing artist. എനിക്കും പറയാനുണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ട് ഒരുപാട് വരയ്ക്കാനൊക്കെ കൊടുക്കാറുണ്ട്. ഹീസ് എ ബ്യൂട്ടിഫുൾ അമേസിംഗ് ആർട്ടിസ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ചത്താപ്പച്ച ടീം ഫുൾ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം അല്ലേ? അതെ. ചത്താപ്പച്ച സോറിട്ടാ, ഇപ്പോഴാണ് കത്തിയത്. ഒരു നാഷണൽ അവാർഡ് ഇല്ലേ? അന്ന് കിട്ടിയതിന് ഇപ്പൊ പിന്നെ ഒരു കൈ. കൺഗ്രാറ്റുലേഷൻസ് ഒന്നുകൂടി. എനിക്ക് ഇവിടെയുള്ള എല്ലാരെയും കഴിഞ്ഞ് മുന്നേ അറിയുന്നത് മിനോണിനെയാണ്. ഞാനിപ്പോ കണ്ടപ്പോ പറയാം, നമ്മൾ രണ്ടുപേരും ഒരുപാട് വളർന്നു. ഞാൻ കാണുമ്പോ ചെറിയ കുട്ടിയാ. ഞാൻ കാണുമ്പോ ചേട്ടൻ ചെറിയൊരു കുട്ടിയായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ എപ്പോഴും ഫിലിം പ്രൊമോഷൻ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ വരുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാരും ജോളിയാണ്, പക്ഷെ നിങ്ങളുടെ അത്രയും വൈബ് ആരും കണ്ടിട്ടില്ല കേട്ടോ. നല്ല വൈബ് കേട്ടോ. ഞാൻ ഇതുവരെ ഇവിടെ വന്നതില് നിങ്ങൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ. ഞങ്ങളുടെ കൂടെ ഫസ്റ്റ് ഡേ ചത്താപ്പച്ച കാണാൻ വായോ. ഇതിലും വയസ്സായിരിക്കും അവിടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയം, നമ്മൾ ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞ സമയം പോയത് അറിഞ്ഞിട്ടില്ല. അത് ശരിയാണെങ്കിലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ലാസ്റ്റ് നമുക്ക് എന്താ പറയാനുള്ളത്? റിലീസ് ആവാൻ പോവാണ് 22-ാം തീയതി. സ്പെഷ്യൽ എന്തെങ്കിലും? നോക്കണ്ട, ചത്താപ്പച്ച നേരെ തിയേറ്ററിലേക്ക് വന്നു. ബാക്കി ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ കാണാം. റോഷൻ ചേട്ടൻ എന്തെങ്കിലും? ചത്താപ്പച്ചയുടെ കാര്യം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒന്നും നോക്കണ്ട, തിയേറ്ററിൽ വരിക, ഹാവ് ഫൺ. ഇവിടെ ഉണ്ടായിരുന്ന മ്യൂസീഷ്യൻസിനും ബാക്കിംഗ് വോക്കൽസ് പാടിയവർക്കും മീനാക്ഷിക്കും നിങ്ങൾ 3 പേർക്കും പാടിയ സിംഗേഴ്സ് എല്ലാവർക്കും താങ്ക് യു. വി ഹാഡ് എ വെരി വെരി ഗുഡ് ടൈം. ടിവിയിൽ അല്ലാതെ ലൈവായിട്ട് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഗാസ്ലി എന്റെ ഫസ്റ്റ് റിയാലിറ്റി TV പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അതും ചത്തപ്പച്ച പ്രൊമോട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് us here, all of you. താങ്ക് യു സോ മച്ച്. നമ്മുടെ വൈബിനെ കുറിച്ച് നിങ്ങൾ എല്ലാരും പറഞ്ഞു. ഈ വൈബാണ് ചത്താപ്പച്ച. ഞങ്ങള് ഒരുപാട് സന്തോഷിച്ച് ആഘോഷിച്ചെടുത്തൊരു പടമാണ്. അത് നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ നിന്ന് കിട്ടും. സോ തിയേറ്ററിൽ വരാ, കാണാം.
ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് 22-ാം തീയതി തിയേറ്ററിൽ കാണാം. നമ്മളെല്ലാവരും എന്തായാലും ഉണ്ടാവും, പ്രേക്ഷകരും ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അല്ലേ? അപ്പൊ ഇതുപോലെ ഒരു കിഡിലൻ എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.